കൃഷ്ണശാലിനിയുടെ ലേറ്റസ്റ്റ് എപ്പിസോഡ് പ്രൊമോയിലെ മധുരയിലെ അന്വേഷണത്തിന് പോയ റസാഖാണെങ്കിൽ തിരികെ ശാലിനിയുടെ അടുത്തേക്ക് എത്തുന്നുണ്ട്. എന്നിട്ട് ആ ഒരു അന്വേഷണത്തിൻ്റെ കാര്യങ്ങളൊക്കെ പറയുകയാണ്. അന്വേഷിച്ചിരുന്ന സ്ഥലങ്ങളിൽ നിന്നെല്ലാം കിട്ടിയ ഫീഡ്ബാക്ക് അനുസരിച്ച് പോസിറ്റീവായിട്ടുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്താനായിട്ട് സാധിച്ചിട്ടില്ല. ഇങ്ങനെ ഒരാൾ ഭൂമിയിൽ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് പോലും സംശയത്തിലേക്കാണ്, അങ്ങനെ ഒരു നിഗമനത്തിലേക്കാണ് എത്തിയിരിക്കുന്നത് എന്നിങ്ങനെ പറയുമ്പോൾ ശാലിനിക്ക് ആകപ്പാടെയുള്ള പ്രതീക്ഷകളെല്ലാം അങ്ങോട്ട് പോവുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം റസാഖാണെങ്കിൽ വേറൊരാളെ അങ്ങോട്ടത്തേക്ക് വിളിക്കുന്നുണ്ട്. അത് ഒരു തമിഴ് ആളിനെയാണ് കാണിക്കുന്നത്. അന്നേരം റസാഖാണെങ്കിൽ തൻ്റെ ഫോണിൽ ഒരു ഫോട്ടോ ഇങ്ങനെ അയാൾക്ക് നേരെ കാണിച്ചിട്ട്, ഈ ഫോണിൽ കാണുന്ന ആളുടെ ബോഡിയാണോ നിങ്ങൾ സംസ്കരിച്ചത് എന്നിങ്ങനെ ചോദിക്കുകയാണ്. അന്നേരം ആദ്യം ആ ഫോട്ടോയിലേക്ക് അയാൾ നോക്കിയിട്ട് ക്ലിയർ ആവുന്നില്ല. തുടർന്ന് ഇയാളാണെങ്കിൽ പുകറ്റിൽ നിന്ന് കണ്ണാടിയൊക്കെ എടുത്ത് വെച്ച് ഇങ്ങനെ സൂക്ഷ്മമായിട്ട് നോക്കുന്നുണ്ട്. തമിഴിലാണ് അയാൾ ഉത്തരം പറയുന്നത്. ചിന്ന സന്ദേഹം ഇരിക്ക് സാർ, ഏറെക്കുറെ ഇപ്പിടുതാൻ ഇരിക്ക് എന്നിങ്ങനെ ഇയാൾ പറയുന്നുണ്ട്. അന്നേരം ശാലിനിക്ക് സംഭവമൊന്നും മനസ്സിലാവുന്നില്ല. അതിനുശേഷം റസാഖാണെങ്കിൽ ആ ഒരു മൊബൈലിലെ ഫോട്ടോ ഇങ്ങനെ അയാളുടെ മുഖത്ത് നിന്ന് ഇങ്ങനെ മാറ്റി പിടിച്ച് ശാലിനിയുടെ മുമ്പിലേക്ക് ഇങ്ങനെ കാണിക്കുകയാണ്. ആ ഫോട്ടോ കൊണ്ട് ശാലിനി ഇങ്ങനെ അന്തമായിട്ട് ഷോക്കായിട്ട് നിൽക്കുകയാണ്. ആ ഫോണിൽ വിഷ്ണുവിൻ്റെ ഫോട്ടോ കാണിച്ചിട്ടാണ് ഈ തമിഴ് ആളിനോട് ചോദിച്ചത്, ഇയാളുടെ ബോഡിയാണോ സംസ്കരിച്ചതെന്നുള്ളത്. അന്നേരം ശാലിനി ഇങ്ങനെ ആ ഒരു ഒറ്റ നിൽപ്പ് ഇങ്ങനെ നിശ്ചലം എന്നോണം ഇങ്ങനെ ഒരു നിമിഷം ഇല്ലാതായി എന്നുള്ള രീതിയിൽ ശാലിനി അന്തം വിട്ട് ഇങ്ങനെ ആ ഫോട്ടോയിലേക്ക് നോക്കി ഇങ്ങനെ നിൽക്കുന്ന ഒരു സീനാണ് ഇങ്ങനെ പ്രൊമോയിൽ കാണിക്കുന്നത്. അപ്പോൾ അതിന് ശേഷമാണ് ഇയാൾ പറഞ്ഞ സംസ്കരിച്ചു എന്ന് പറയുന്ന ആ ഒരു സ്ഥലത്തേക്ക് പോകുന്നത്. മുൻപൊരിക്കലൊരു പ്രൊമോയിൽ കാണിച്ചിരുന്ന ഒരു ബോഡി സംസ്കരിച്ച സ്ഥലത്തേക്ക് റസാഖ് ശാലിനിയും കൂട്ടി പോകുന്നതൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ അവിടേക്ക് ശാലിനിയും കൊണ്ട് ഈ റസാഖ് പോവുകയാണ് ചെയ്യുന്നത്. പക്ഷേ അവിടെ നിന്ന് തിരിച്ച് ശാലിനി അത്ര വിഷമത്തിൽ നിൽക്കുന്നതായിട്ട് കാണിക്കുന്നില്ല. ഒരു ജീപ്പിൻ്റെ അടുത്തേക്ക് വന്ന് ശാലിനി ഇങ്ങനെ ജീപ്പിൻ്റെ ബോണറ്റിൽ ഇങ്ങനെ പിടിച്ച് നിൽക്കുന്ന ഒരു സീൻ കാണിക്കുന്നുണ്ട്. പക്ഷേ ഇത്രത്തോളം വിഷമം അന്നേരം ആ ശാലിനിയുടെ മുഖത്ത് കാണുന്നില്ല. അതിന് എന്താകും എന്നുള്ളതാണ് അറിയേണ്ടത്. പക്ഷേ അവിടെ ഒരു ശാരദാമ്മയുടെ പറഞ്ഞ ഒരു പ്രാർത്ഥന പോലെ അത്ഭുതം സംഭവിച്ച് മതിയാകുമെന്നിങ്ങനെ ശാരദാമ്മ പറയുന്നില്ലേ. അപ്പോൾ എന്തായാലും വിഷ്ണു എന്ന കഥാപാത്രത്തിൻ്റെ ആ ഒരു തിരിച്ചു വരവെന്നുള്ള ഒരു അത്ഭുതം കാണും. അത് നമുക്ക് കാണാം. ഓക്കെ, താങ്ക് യു.